ഹലോ ഗൈസ്, കുറച്ച് ഡേയ്സ് ആയിട്ട് ഈ ഷോപ്പിംഗ് വീഡിയോസ് ഇട്ട് ഞാൻ നല്ലോണം വെറുപ്പിക്കുന്നുണ്ട്. സോ ഇനിയില്ല, ഇത് ലാസ്റ്റത്തെ ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് കാണിച്ച ഒരു ബാഗ് ഷീനിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് ഇത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ 2 ഫോൺ കേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഷീനിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണ്. പിന്നെ നമ്മളെ എസ്റ്റൈലിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. എസ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഒരുപാട് ഏഷ്യൻ സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അതായത് ബാക്കിയുള്ള നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നൊന്നും കിട്ടാത്ത മെയിനായിട്ട് ഈ കൊറിയൻ, ചൈനീസ്, ജപ്പാൻസ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ കോസാറക്സിന്റെ ഒരു 4 ടൈപ്പ് ഓഫ് ഐറ്റംസ് വരുന്ന ഒരു മിനി കോംബോ കിറ്റാണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. ഒന്ന് നമ്മൾ ആ കോസാറക്സിന്റെ ക്ലൻസർ, പിന്നെ കോസാറക്സിന്റെ ആ ഒരു സ്നെയിൽ മുസിൻ എസൻസ് ജെല്ല്, പിന്നെ മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വരുന്നത്. പിന്നെ ഇത് ഞാൻ 1 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന കോസാറക്സിന്റെ ലോ pH മോർണിംഗ് ജെൽ ക്ലൻസർ ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ മെഡിക്യൂബിന്റെ കൊളീഗൻ മാസ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന്റെ ടയർഡ്നെസ് മാറ്റിയിട്ട് പ്ലംബി ആക്കിയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതേപോലെ സെന്റർലയുടെ ഒരു ഓയിൽ ക്ലൻസർ. നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഡാർക്ക് സർക്കിൾസ് തീരില്ലാത്തതുകൊണ്ട് ഒരു ബ്യൂട്ടി ഓഫ് ജേഴ്സിന്റെ അണ്ടർ ഐ ക്രീമും ഉണ്ട്. പിന്നെ 2 ഫേസ് ജെൽ മാസ്ക് അവർ കോംപ്ലിമെന്റ് ആയിട്ട് തന്നതാണ് കേട്ടോ. അതേപോലെ ആം ഫ്രം റൈസ് വാട്ടറിന്റെ 2 ടോണർ ഉണ്ട്. ഒന്ന് എനിക്കും എന്റെ സിസ്റ്ററിനുമാണ്. ഇതെന്റെ സെക്കൻഡറി ടോണർ കേട്ടോ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ആൻവയുടെ ടോണറാണ്. അത് എനിക്ക് ഈ ആക്നിയുടെ പിമ്പിൾ മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ലാസ്റ്റ് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. മാർക്ക് ആൻഡ് സ്പെൻസറിലേക്കാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 സാധനങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങാനാണ് ഇന്ന് പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഒരു കോംബോ ആയിട്ടുള്ള വരിക. അപ്പോൾ ആ ഒരു കോംബോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് തന്നെ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ കൂടി ഞാനൊരു കോംബോ ആക്കിയിട്ട് അങ്ങോട്ട് പേ ചെയ്യാൻ കൊടുത്തു. പക്ഷെ അവർ കണ്ടുപിടിച്ചില്ല. വലിയ കളത്തരമൊന്നും അല്ല, എന്നാലും അവർ റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. പക്ഷേ റേറ്റും പ്രൈസൊക്കെ സെയിം തന്നെ ആയിരുന്നു. അതിലൊന്നും വേരിയേഷൻ വരുത്തിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രാം എടുത്തിട്ട് ഇതാ പേളിവേലേക്കാണ് പോകുന്നത്. ട്രാമിനുള്ളിൽ ഇരിക്കുമ്പോൾ ആ ഡോറിൽ കൂടെ നല്ല സൺലൈറ്റ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നേരെ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ട് പേളിവേല ഇറങ്ങി പോവുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പേളിവേലുള്ള ഈ ബൂട്ട്സിലേക്ക് പോകുന്നത്. ഈ പോകുന്ന ഫ്ലൈറ്റ് ഉണ്ടോ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോകാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ബൂട്ട്സിലെത്തി. അപ്പോൾ ബൂട്ട്സിൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രോയിഡോണിലുള്ള ബൂട്ട്സിൽ കിട്ടാത്ത 2-3 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബൂട്ട്സിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടൊരു ബ്രാഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്ന ഈ ബെഡ് ഹെഡ് എന്ന് പറയുന്ന ഈ ഐറ്റം വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. നമ്മൾ ഈ നല്ലപോലെയൊക്കെ തലകെട്ടി കഴിഞ്ഞാലും ബേബി ഹെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങി നിൽക്കുന്ന കുറച്ച് ഹെയറുകളില്ലേ, അതൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെ കയറിയാലും ഒരു സാധനത്തിൽ നമ്മൾ ഒതുക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ 2-3 സാധനങ്ങൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്ന ആൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ക്യാമറ തിരിച്ചപ്പോഴാണ് അവിടുത്തെ കുറച്ച് ഔട്ട്ലെറ്റുകളുടെ കൂട്ടത്തിൽ നൈക്ക് കണ്ടത് കേട്ടോ. എന്തിനാണ് എപ്പോഴും ഈ നൈക്ക് കാണുമ്പോൾ കയറണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഓൾറെഡി നമ്മൾ ഷൂ ഒക്കെ എടുത്തതാണ്. പക്ഷേ ഇവിടെ കയറിയപ്പോൾ ആളുടെ ഹാർട്ട് ഒന്ന് ബ്രേക്കായി. ബിക്കോസ് ആൾ നമ്മളെ ഓട്ടുമോളുള്ള നൈക്കിന്ന് ജെഫിക്കൊക്കെ എടുത്ത അതേപോലത്തെ ഷൂ ഇവിടെ കുറച്ചുകൂടി പ്രൈസ് ഡ്രോപ്പായിട്ട് കാണാം. അത് കണ്ടപ്പോൾ ആകെ ഒന്ന് തകർന്നു പോയി. ആ തകർച്ചയൊക്കെ തീർക്കാൻ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതാ നാളെ പോവുകയാണ്. തലേന്നത്തെ ഫുഡിങ് പരിപാടിയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ കണ്ടിട്ടുള്ള കുറച്ച് പ്രഹസനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇത്രയും കാലം എല്ലാവരും മാറി നിൽക്കാൻ പോണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പിന്നെ ഖാദിയുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഈ കാണുന്ന 2 ടൈപ്പ് ഓഫ്, അതായത് സെയിം പാറ്റേണിലുള്ള 2 കളേഴ്സ് വരുന്ന ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്ലോൺ മെറ്റീരിയൽ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ ഫാബ്രിക് ആയിട്ടാണ് ഓർഡർ ചെയ്തിട്ടോ, റെഡിമെയ്ഡ് അല്ല. കാരണം എൻ്റെ ഉമ്മാക്കും പിന്നെ വേറൊരാൾക്കും ഓർഡർ ചെയ്താണ്. അപ്പോൾ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അവരുടെ സൈസ് നോക്കിയിട്ട്. സംഭവം വന്നപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും പിന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു റീൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. വേറെ വീഡിയോസ് ഒന്നും എൻ്റെ അടുത്തില്ല.